നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ് റഷ്യ. ആ റഷ്യക്ക് ഏറെ പ്രാധാന്യമുള്ള രാജ്യമാണ് ഇറാൻ. റഷ്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഇറാനിൽ നിന്നും വലിയ തോതിലാണ് അവർ ഇറക്കുമതി ഓരോ വർഷവും നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇറാൻ്റെ മേലുള്ള വലിയ തോതിലുള്ള ആക്രമണം അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇടം വലം നോക്കാതെ റഷ്യ ഇറങ്ങി തിരിച്ചു. ഇന്ത്യയും ഈ കാര്യത്തിൽ കൃത്യമായി അന്താരാഷ്ട്ര നയതന്ത്രം ഊട്ടിയുറപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള UK മുൻ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി കൃത്യമായി കേന്ദ്ര മന്ത്രിസഭയെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്? പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇന്ത്യ പോലെ ഏഷ്യയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു രാജ്യത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ആ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇടപെടൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലോ എന്ന് കേന്ദ്ര സർക്കാരിനെ കൃത്യമായി പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അതിശക്തമാണ്. ഇസ്രയേലിൻ്റെ അക്രമ രീതികളെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചുകൂടാ. ഇന്ത്യയിൽ പ്രത്യേകിച്ചും സംഘപരിവാറിന് വലിയ രീതിയിലുള്ള ആഭിമുഖ്യം ഇസ്രയേൽ സർക്കാരിനോടാണോ എന്നുള്ള വലിയ ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം പലതാണ്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ ആയുധ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നും നിരവധിയായിട്ടുള്ള ആയുധ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. എന്നാൽ ഇറാനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ രാജ്യമാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറമുഖടിക്കാൻ കഴിയില്ല. ഈ യുദ്ധസമയത്ത് പോലും ഇറാൻ പൂർണ്ണമായും വ്യോമപാത തുറന്നു കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യയുടെ നിവാസികളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ഇറാൻ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. ഇറാൻ്റെ ഔദ്യോഗിക വിമാനങ്ങൾ അതിനുവേണ്ടി കൃത്യമായി ഉപയോഗിക്കുകയാണ്. ഇന്ത്യ പറയേണ്ട താമസം അതിനുവേണ്ടിയുള്ള സഹായ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഈ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ എടുക്കുന്ന ഈ എക്സ്ട്രാ എഫോർട്ട് കണ്ടില്ല എന്ന് നടിക്കരുത് എന്നുള്ള കൃത്യമായൊരു സന്ദേശം കൂടിയാണ് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഇറാനുമേലുള്ള ഈ കടന്നുകയറ്റം, ഇറാൻ ആണവായുധം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു, ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ പരിപൂർണമായി തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ രീതിയിലുള്ള കൂട്ടക്കൊല, ഈ രീതിയിലുള്ള അതിരുകവിഞ്ഞ അഹങ്കാരം കാണിച്ചുകൊണ്ടുള്ള ഈ ആക്രമണം, അതിന് മറുപടി ഇറാൻ കൊടുക്കേണ്ടത് ഇറാന്റെ ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയത്തുള്ള അൽ ഖമനേയി എടുക്കുന്ന ചെറുത്തുനിൽപ്പുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെറുത്തുനിൽപ്പിൽ ഇസ്രയേലിൻ്റെ ഓരോ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള സൈനികർക്ക് പരിക്കേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേലിനും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഒക്കെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല നെതന്യാഹുവിന് ഇറാന് മേലുള്ള യുദ്ധ അന്തരീക്ഷമെന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇറാൻ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. ഇന്ത്യ ഈ കാര്യത്തിൽ പ്രതികരിക്കണം. US നടത്തുന്ന വിലപേശൽ നയം, അവർ നടത്തുന്ന ഈ ആയുധ കച്ചവടം, എവിടെ യുദ്ധമുണ്ടായാലും അതുവഴി ലാഭമുണ്ടാക്കുന്നത് US ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം മറന്നു പോകരുത്. പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചു കൊടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ കുടില ബുദ്ധി കാണാതെ പോകരുതെന്നും കൃത്യമായി കോൺഗ്രസ് പരാമർശിച്ചിരിക്കുകയാണ്.